LDF-ൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകന്നിട്ടില്ലെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ. അവരെ അകറ്റാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. കേന്ദ്ര നീക്കം കേരളത്തെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കാനാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. LDF-നകത്ത് മൈനോറിറ്റി വിഭാഗം CPM-ൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്ന നിലപാട് വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അത്തരമൊരു വിശകലനം വന്നിട്ടില്ല. CPM-നകത്തും മൈനോറിറ്റി വിഭാഗം അകലുന്നു എന്നുള്ളൊരു നിലപാട് CPM-നകത്തും വന്നിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ CPM-ൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. അത് വിലപ്പോവില്ല. അതാണ് നമ്മൾ ഒരു നില. അപ്പോൾ ഒരു കാരണവശാലും ഈ വിഭാഗങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങളോ മറ്റിതര ജനവിഭാഗങ്ങളോ CPM-ൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്നുള്ള വിശകലനം ഞങ്ങൾക്കില്ല. എന്നാൽ അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ട്. അതിനെ യോജിച്ച് നേരിടുക തന്നെ ചെയ്യും. കേരളത്തിനെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വയനാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണോ? വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, വലിയ തോതിലുള്ള വ്യാജ പ്രചാരണങ്ങൾ മുന്നണിക്കും സർക്കാരിനുമെതിരെ നടക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് പോലും ഈ ഒരു ഗൂഢനീക്കത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നത് ആവർത്തിക്കുകയാണ് ഒരിക്കൽ കൂടി LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഒപ്പം തന്നെ കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നീക്കം, അതും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു? CIT നേതാവും മുതിർന്ന CPM നേതാവും ഒക്കെയായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ CITU ഓഫീസിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷവുമാണ് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് നിലവിലെ വിവാദങ്ങളിൽ ഒന്നും LDF-ൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകന്നു പോകും എന്നുള്ള ചിന്തയില്ല. LDF-ന് അത്തരത്തിലുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. LDF ന്യൂനപക്ഷങ്ങൾക്കൊപ്പവും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ LDF-ന് ഒപ്പവും തന്നെയുണ്ട്. അവരെ അകറ്റാനുള്ള ഗൂഢമായ നീക്കമാണ് നിലവിൽ നടക്കുന്നത്. അത് കേരളത്തിൽ വില പോവില്ല. ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ പരാമർശമല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഹിന്ദുപത്രം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷവും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി അത് നിലനിർത്തി പോകാനുള്ള ശ്രമമാണ് നിലവിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വിലപ്പോവില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയും ഇക്കാര്യത്തിലുള്ള നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ഇന്നലെ ഇക്കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്ത ശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. അതിനപ്പുറം മറ്റൊരു വ്യക്തതയുടെ ആവശ്യമില്ല എന്ന കാര്യവും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നിലവിലെ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രത്തിന് ഒരു വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ നൽകുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാരെ ഉൾപ്പെടെ കാണുകയും ഒക്കെ ചെയ്ത ശേഷവും അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെ വി മുരളീധരൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം കൃത്യമായ കണക്കുകൾ നൽകിയിട്ടില്ല എന്നാണ്. എന്നാൽ എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ എടുത്തത് എന്നത് സംസ്ഥാനത്തെ അറിയിക്കാനോ അത് പുറത്തു പറയാനോ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു തുക പോലും കേരളത്തിന് നൽകാനും തയ്യാറായിട്ടില്ല എന്ന കാര്യവും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിൽ വി മുരളീധരന്റെ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ നിലപാട് കേരളത്തെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. സർക്കാരിനോടുള്ള വിരോധം അത് കേരളത്തിലെ ജനങ്ങളോടുള്ള വിരോധമാക്കി മാറ്റുകയാണ് ഈ BJP നേതാക്കളും കേന്ദ്ര സർക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായി കേരളത്തെ തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറെ നാളുകളായി ഉണ്ടാകുന്നത് എന്ന കാര്യവും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നിലവിലെ NCP മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അത്തരമൊരു കാര്യം LDF-ന്റെ മുമ്പാകെ വന്നിട്ടില്ല. മന്ത്രിമാറ്റവും മന്ത്രിമാരെ നിയമിക്കുന്ന കാര്യവും ഒക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ LDF-ൽ അങ്ങനെ ഒരു ചർച്ച നിലവിൽ നടന്നിട്ടില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു. NCP ആണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം LDF-നോട് ഉന്നയിക്കേണ്ടത്. പക്ഷേ LDF-നോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യവും LDF കൺവീനർ വ്യക്തമാക്കുകയാണ്. കാവ്യ. ശരി, വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.